ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗൻരാഗത്തിന്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സരയുവും അതേപോലെ തന്നെ കിരണും കൂടി നേരെ ഷോപ്പിംഗ് മാളിൽ ഇങ്ങനെ എത്തിരിക്കുക. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ കൊച്ചിന് വേണ്ടിയുള്ള ഡ്രസ്സുകളെല്ലാം നോക്കുകയാണ്. അതായത് സരയു, നിന്റെ ഈ ദേഷ്യമില്ലേ, ആ ദേഷ്യം അങ്ങോട്ട് മാറ്റണം കേട്ടോ. ഓ എൻ്റെ ദൈവമേ, നിനക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നീ ശരിക്കും വല്ലാത്തൊരു സ്ത്രീ പോലെയാ. കാരണം വേറൊരു സ്ത്രീ ആ ഒരു രൂപത്തിലേക്ക് നീ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല കിരണേ, എന്തെന്നറിയില്ല, എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യം വരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഡ്രസ്സുകൾ നോക്കുകയാണ്. ദേ കിരണേ, ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്, കൊള്ളാവോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും കൊള്ളാം, നല്ല രസമുണ്ട്, അത് മോൾക്ക് നന്നായിട്ട് തന്നെ ചേരും, എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറയാണ്. അപ്പം ഇതെടുക്കാല്ലേ? ദേ സരയു, ഈ ഡ്രസ്സും കൂടി നോക്കി. അയ്യോ കിരണേ, ഒരു ഡ്രസ്സ് മതി, എന്തിനാണ് കൂടുതൽ ഡ്രസ്സുകൾ? നീയാണോ തീരുമാനിക്കുന്നത്? മോൾക്ക് വേണ്ടി ഞാൻ എടുക്കുന്ന ഡ്രസ്സാ, അപ്പം എന്ത് വേണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ ഡ്രസ്സ് നോക്കി കണ്ടേ, നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു കിരണേ, കൊള്ളാം, പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ആവശ്യമുണ്ട്, എൻ്റെ കല്ലുമോനെ പോലെ തന്നെയാണ് മോളും എനിക്ക്. ദേ കല്ലുമോൻ എന്തെങ്കിലും ഡ്രസ്സുകളൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ മോൾക്ക് മേടിക്കാറില്ലേ, അതേപോലെ അങ്ങോട്ട് കരുതിയാൽ മതി. എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സുകളെല്ലാം ഞാൻ മോൾക്ക് എടുക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ ഡ്രസ്സുകളെല്ലാം എടുക്കുക. അപ്പോൾ ഈ കിരണിൻ്റെ ആ ഒരു ഭാവങ്ങളും മാറ്റങ്ങളൊക്കെ കണ്ടപ്പോൾ സരി ഇങ്ങനെ കിരണെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കാരണം ഇപ്പോൾ കിരണിനോടുള്ള പ്രണയം സരയുവിൻ്റെ മനസ്സിലിങ്ങനെ പൂത്തുലഞ്ഞിങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ കിരണാണെങ്കിൽ സരയോ, ഇനി നിനക്കും കൂടി ഡ്രസ്സ് എടുക്കാം. അയ്യോ കിരണെ, വേണ്ട കിരണേ, എനിക്കെന്തിനാ ഡ്രസ്സ്? എന്താ നിനക്കെന്താ ഡ്രസ്സ് വേണ്ടേ? നീ ഡ്രസ്സ് ഇടില്ലേ? അതല്ല കിരണേ, എന്തിനാ വെറുതെ പൈസ കളയുന്നത്? ഡ്രസ്സ് എടുക്കേണ്ടതേ, നീയേ കൂടെ വാ, എന്നിട്ട് നിനക്ക് സാരിയാണോ ചുരിദാറാണോ ഇഷ്ടം, അതെടുക്ക്. അല്ലെങ്കിൽ സരയു, നിനക്ക് ചുരിദാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, സാരിയല്ലേ കുറവ്, അതുകൊണ്ട് സാരി എടുക്കാം. നിനക്ക് ഏത് കളറാണ് ഇഷ്ടം? കിരണിന് ഇഷ്ടപ്പെട്ട കളർ എടുത്തോ കിരണേ എന്ന് പറയുമ്പോൾ നിനക്ക് മെറൂൺ നന്നായിട്ട് ചേരും, മെറൂൺ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ മെറൂൺ സാരി എടുക്കാൻ പറയുകയാണ്. അങ്ങനെ മെറൂൺ സാരി ആണെങ്കിൽ സരയുവിൻ്റെ ഇങ്ങനെ ദേഹത്ത് ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. ഇതെല്ലാം ഇങ്ങനെ നമ്മുടെ സരയുവിൻ്റെ മനസ്സിനെ ഒരുപാട് ഇങ്ങോട്ട് ആകർഷിക്കുകയാണ്. കിരണിനോടുള്ള ആ ഒരു അടുപ്പം കൂടുതലായിട്ടും സരയുവിന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇതുപോലത്തെ 2 എടുത്തോന്ന് പറയാം. എന്തിനാ കിരണേ, 2 എന്തിനാണ്? ഒരെണ്ണം മതി. എന്താ 2 എടുത്താൽ? 2 ഇരിക്കട്ടേന്നേ, എന്താ കുഴപ്പം? സാരി നിനക്ക് മാറി മാറി ഉടുക്കാലോ. കിരണേ, ചുമ്മാ അനാവശ്യമായിട്ട് പൈസയൊന്നും കളയണ്ട. അനാവശ്യമായിട്ട് പൈസ കളയാനോ? ദേ ഞാൻ അനാവശ്യമായിട്ടൊന്നും പൈസ കളയാറില്ല. പക്ഷേ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ പൈസ കളയുന്നതുകൊണ്ട് കുഴപ്പമില്ല. നല്ല നല്ല ഡ്രസ്സുകൾ എടുക്കുക, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക, ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ കറങ്ങുക, ഇതൊക്കെ ജീവിതത്തിൽ വേണോന്നേ. അതൊക്കെ മാറ്റി വെച്ചിട്ട് എന്തിനാ പൈസ ഇങ്ങനെ ശേഖരിച്ച് വെക്കുന്നത്? അതിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ സരയോ, നീ ഡ്രസ്സ് എടുത്തോ എന്നും പറഞ്ഞുകൊണ്ട് സരയുവിന് 2 സാരി എടുത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സരയുവിന് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. ഇവൻ തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ പങ്കാളി, ഇവനെ ഇല്ലാതെ എനിക്കിനി ജീവിക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥയിലായി തീർന്നിരിക്കുകയാണ് സരയോടെ. അങ്ങനെ ഇവരുടെ ആ ഒരു ഗ്രാൻഡ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നേരെ ഇവർ കാറിൽ കയറിയിരിക്കുമ്പോഴും സരയു കിരണിനെ തന്നെ നോക്കുകയാണ്. കഴിഞ്ഞപ്പോഴേക്കും എന്താ സരയു, നീ എന്തെങ്കിലും നോക്കി നിൽക്കുന്നത്? നീ എന്താ ആലോചിക്കുന്നത്? നിനക്ക് ഇപ്പോഴായി പിന്നെ ആലോചന കുറച്ച് കൂടുതലാണ് കേട്ടോ. എന്ത് ഈ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഒന്നുമില്ല കിരണേ, ഞാൻ ചുമ്മാ വേറെ കാര്യങ്ങളൊക്കെ. അല്ല, നീ ആലോചിച്ചോ, പക്ഷേ നിനക്കുള്ള ഈ ദേഷ്യമില്ലേ, പടപടാതെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, അതൊക്കെ ഒന്ന് നിർത്തണം. അതത്ര നല്ല കാര്യമൊന്നുമല്ല സരയു. കിരണേ, ഞാൻ പണ്ടത്തെ പോലെ അല്ലല്ലോ. ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ദേഷ്യപ്പെടാറുണ്ടോ? ഇല്ലല്ലോ. ഞാൻ കുറച്ച് സമാധാനപരമായിട്ടല്ലേ പോകുന്നത്. അങ്ങനെ ആവണം. ഇടയ്ക്കിടയ്ക്ക് നീ മറ്റുള്ളവരുടെ മുഖത്തടിച്ച പോലെ പറയുന്നില്ലേ, അതൊക്കെ ഒന്ന് നിർത്തണം. ദേ കല്യാണിയും നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാവോ? ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സരയുവിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. കല്യാണി എന്നുള്ളൊരു വാക്ക് പോലും സരയുവിന് ഇപ്പം കേൾക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമായി തീർന്നിരിക്കുകയാണ്. അതെ, നിന്നെയും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നെന്നൊക്കെ അറിയുമ്പോൾ കല്യാണിക്ക് ഭയങ്കര സന്തോഷവും. അതിൽ പരം സന്തോഷമൊന്നും കല്യാണിക്ക് ഇനി ഉണ്ടാവില്ല. അതെനിക്കറിയാം കിരണേ. പിന്നെ കല്യാണിയും ഭാഗ്യവതിയാണല്ലോ. അവൾ ഭാഗ്യവതി തന്നെയാണ്. പക്ഷേ എനിക്കെന്തോ ജീവിതം മടുത്തതുപോലെയാണ് തോന്നുന്നത് കിരണേ. കാരണം കല്യാണ ജീവിതമേ വേണ്ട എന്നുള്ളൊരു തോന്നലാണ്. അതൊക്കെ അങ്ങനെ പറയാൻ നിൽക്കരുത് സരയോ. കല്യാണിയെ പോലെ ഒരാളക്കില്ലേ കല്യാണ ജീവിതം വേണം
എന്ന് പറഞ്ഞു നടക്കുന്നുള്ള ഒരാളാണ്. അതുകൊണ്ട് എല്ലാ പെൺകുട്ടികളോടും കല്യാണം കഴിക്കണം, നല്ലൊരു ജീവിതം കിട്ടണം എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ സരയുവാണെങ്കിൽ കല്യാണിക്ക് അങ്ങനെ ആഗ്രഹിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല കിരണെ. കാരണം കല്യാണി ഒന്നുമില്ലാത്തൊരു ജീവിതത്തിൽ നിന്ന് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അപ്പോൾ അവൾക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടി, സന്തോഷകരമായ ജീവിതം കിട്ടി, എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടി. അങ്ങനെയുള്ള പെൺകുട്ടി എപ്പോഴും കല്യാണ ജീവിതം വേണമെന്ന് മാത്രമേ പറയുള്ളൂ. പക്ഷേ ഒരാണിനാൽ വഞ്ചിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾ ഒരിക്കലും വിവാഹ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. അവളുടെ മനസ്സ് മടുത്തൊരവസ്ഥയായിരിക്കും കിരണേ. അതുകൊണ്ട് എന്നെ പോലൊരാളൊക്കെ കല്യാണ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. പക്ഷേ നിന്നെ പോലൊരു ഭർത്താവിനെ കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷിച്ചാനായിരുന്നു എന്നൊക്കെ കിരണിനോട് പറയുകയാണ് ഈ സരയു. അപ്പോൾ കിരൺ അപ്പോഴൊന്നും സരയുവിൻ്റെ ആ ഒരു മാറ്റവും ഭാവങ്ങളൊന്നും മനസ്സിലായില്ല. അപ്പോൾ നമ്മുടെ സര ഇങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്, അതേ കിരണേ, നിന്നെ എനിക്ക് വേണ്ടത്, നിന്നെയാണ് ഞാൻ മോഹിച്ചത്. ഇപ്പോഴും ഞാൻ നിന്നെ മോഹിച്ചുകൊണ്ടിരിക്കുന്നു. നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ എൻ്റെ ജീവിതം അടിപൊളിയായിരിക്കും. എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടും. നീ എത്ര നല്ല മനുഷ്യനാണ്, നിനക്കെന്ത് സ്നേഹമാണ്. നിന്നെപ്പോലൊരു ഭർത്താവിനെയായിരുന്നു എനിക്ക് വേണ്ടത്. അല്ലെങ്കിലും ഞാനാണല്ലോ നിന്നെ ആഗ്രഹിച്ചത്. ചെറുപ്പം മുതൽ നമ്മൾ രണ്ടുപേരും കല്യാണം കഴിക്കാൻ വേണ്ടി ഇരുന്നതല്ലേ, ആ ഒരു എല്ലാവരും പറഞ്ഞു വെച്ചതല്ലേ. എന്നിട്ട് അതിനിടയിലേക്ക് ആ നശിച്ച കല്യാണി കയറി വന്നു. അപ്പോഴല്ലേ നിന്റെ മനസ്സ് മാറിയത് എന്നൊക്കെ സരയു ഇങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്. സരയു, എന്താണ് ഇത്ര ചിന്തയൊന്നും കൊള്ളൂല്ലോ. ഇങ്ങനെ ഒരുപാട് അങ്ങോട്ട് ചിന്തിക്കുന്നുണ്ടല്ലോ. അത് പിന്നെ കിരണേ, ഞാൻ എൻ്റെ മോളെക്കുറിച്ച് ആലോചിച്ചതാണ്. എൻ്റെ മോൾക്ക് വേണ്ടിയുള്ളതാണല്ലോ എൻ്റെ ഈ ജീവിതം. അതിനു വേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും എൻ്റെ കിരണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മോളെക്കുറിച്ച് ഓർത്തിട്ടാണോ? മോളെക്കുറിച്ച് ഓർത്തിട്ട് ഒരു ടെൻഷനും വേണ്ട സരയു നിനക്ക്. കാരണം മോളുടെ കാര്യങ്ങളല്ലേ ഞങ്ങൾ നോക്കിക്കൊള്ളാന്നേ. ഞാനുണ്ട്, കല്യാണിയുണ്ട്, പിന്നെ എൻ്റെ അമ്മയും അച്ഛനും ഒക്കെയുണ്ട്. സരയു കൺസ്ട്രക്ഷൻ ഇല്ലേ, അതിൽ നിന്ന് കിട്ടുന്ന കുറച്ചൊക്കെ ഞങ്ങൾ മോൾക്ക് വേണ്ടി മാറ്റിയിടുന്നുണ്ട്. അവളുടെ കല്യാണത്തിനും പഠിപ്പിനും ഒക്കെ നീ ഒരു കാരണവശാലും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല സരയു. അതിന് വേണ്ടുള്ള കാര്യങ്ങളെല്ലാം മോൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തു കൊടുക്കും. അതിന് യാതൊരു തടസ്സവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത്രയും മതി. ഇനി ഇങ്ങനെ ദേഷ്യപ്പെടാൻ നിൽക്കരുത് കേട്ടോ. ഞാൻ ദേഷ്യപ്പെടേന്നില്ല, പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം. നീ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഇനി മനോഹരനെ കാണാൻ പോകില്ലെന്നും അങ്ങനെ കുറേ വാക്കുകളെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇല്ല, ഞാൻ മനോഹരനെ കാണാൻ പോകില്ല. അങ്ങനെ ഇവർ വീട്ടിലേക്ക് എത്തി സരയും അതേപോലെ തന്നെ കിരണൊക്കെ ഭയങ്കര സന്തോഷത്തിലാ. അപ്പൊ താര മോളെയും കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ താരയ്ക്കും ഒരുപാട് സന്തോഷം തോന്നി ഇവർ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, മോളെ ഇത് നോക്കിയേ, മോൾക്ക് വേണ്ടി എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. നല്ല പുത്തൻ ഉടുപ്പുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊന്ന് നോക്കിയ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് മോളെ കാണിച്ചു കൊടുക്കുകയാണ് സരയും. അപ്പോഴേക്കും കിരണാണെങ്കിൽ മോൾ എന്താണ് ഇങ്ങനെ ഇരിക്കണം അച്ചടാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുക്കുക കൊച്ചിനെ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ അങ്ങോട്ട് വാരി എടുത്തിട്ട് കവളിലൊക്കെ ഉമ്മ കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സരയുവിൻ്റെ മനസ്സങ്ങോട്ട് നിറയുകയാണ്. ഇപ്പോൾ പക്ഷേ സരയുവിൻ്റെ ആ മാറ്റം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും താരയ്ക്ക് എന്തൊക്കെയോ ഒരു ഡൗട്ടൊക്കെ തോന്നുക. അപ്പോൾ സരയു അങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ സരയു ആണെങ്കിൽ വേറൊരു ചിന്തയിലേക്ക് പോവുക. കാരണം ഈ കിരണും സരയും മോളും കൂടി പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു. ആ സമയത്ത് കിരൺ ഇങ്ങനെ കൊച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ ഉമ്മ വെക്കുമ്പോൾ നമ്മുടെ സരയു ചോദിക്കുകയാണ്, മോളെ അത്രയ്ക്ക് ഇഷ്ടമാണ് കിരൺ നിനക്ക് എന്ന് ചോദിച്ചപ്പോഴേക്കും, പിന്നെ അല്ലാതെ എനിക്ക് എൻ്റെ മോളെ ഒത്തിരി ഇഷ്ടമാണ്. കല്ലുമോനെ പോലെ തന്നെയാണ് എനിക്ക് ഈ മോളും എന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആണോ, സത്യമാണോ പറഞ്ഞത്? പിന്നെ അല്ലാതെ സത്യമല്ലേ? എങ്കിൽ പിന്നെ മോളെ ഈ അങ്കിളെന്ന് വിളിപ്പിക്കാതെ മോളെ നിന്നെ അച്ഛനെന്ന് വിളിപ്പിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അച്ഛനെന്നോ? അതെന്തിനാ അച്ഛനെന്ന് വിളിക്കുന്നത്? അങ്കിളെന്ന് വിളിച്ചാൽ എന്താ കുഴപ്പം എന്ന് കിരൺ ചോദിക്കുകയാണ്. അല്ല, നീ എൻ്റെ ആങ്ങളെയൊന്നും അല്ലല്ലോ, നീ എൻ്റെ മുറച്ചെറുക്കനല്ലേ. അപ്പം മുറച്ചെറുക്കനെ കൊച്ചു അച്ഛാന്ന് വിളിച്ചെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. ആണോ? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ കൊച്ചു അച്ഛാന്ന് വിളിച്ചോട്ടെ, എനിക്കതിൽ യാതൊരു പ്രശ്നവുമില്ല. ഇത് കേട്ട സരയു സന്തോഷം കൊണ്ട് മതിമറന്ന് നിൽക്കാണ്. ആണോ കിരണേ, നീ പറഞ്ഞ സത്യം തന്നെയാണോ? കൊച്ച് അച്ഛാന്ന് വിളിക്കാല്ലേ, പിന്നെ അല്ലാതെ എന്താ? അങ്ങനെ അച്ഛാന്ന് വിളിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടാവോ? അതാരാണ് ആ മറ്റുള്ളവര്? ഓ, നീ കല്യാണിയാണോ ഉദ്ദേശിച്ചത്? കല്യാണിക്ക് അങ്ങനെയൊന്നും ഇല്ല. കല്യാണിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അവളുടെ മനസ്സ് അങ്ങനെയാണ് എന്ന് പറയാ. മോളെ,
ദേ മോൾക്ക് എന്നെ അച്ഛാന്ന് വിളിക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനോട് ചോദിക്കാം. അങ്ങനെ കൊച്ചിനെയും കൊണ്ട് നമ്മുടെ കിരൺ കാറിലേക്ക് കയറുകയാണ്, സരയും കാറിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇനി കിരണിനെ അച്ഛാന്ന് വിളിക്കാല്ലേ, കല്യാണ പ്രശ്നമൊന്നും ഉണ്ടാക്കൂലല്ലോ. കല്യാണി ഒരു പ്രശ്നവും ഉണ്ടാക്കാനായിട്ട് പോകുന്നില്ലെന്നേ. ദേ കല്യാണിക്ക് ഇതൊക്കെ കേൾക്കും സന്തോഷം മാത്രം. അത് നീ പറഞ്ഞറിയുമ്പോൾ വളരെയേറെ സന്തോഷവും. കല്യാണി നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സരയുനാകെ ദേഷ്യം വരികയാണ്. കല്യാണി 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 എന്ത് പറഞ്ഞാലും അവൻ്റെ മനസ്സിൽ കല്യാണി മാത്രമേ ഉള്ളൂ. അവൻ കല്യാണി എന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും എനിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. നീ എന്താ സരയെ ആലോചിക്കുന്നത്? ഞാനൊന്നും ആലോചിച്ചില്ല. ദേ സരയോ, നിനക്കും നല്ലൊരു ചെറുപ്പക്കാരനെ കിട്ടും. ദേ നിന്നെ മനസ്സിലാക്കുന്ന ഒരാള്, നിന്റെ കുറവുകളെല്ലാം കണ്ട് നിന്റെ കഥകളെല്ലാം കേട്ട് നിന്നെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരാള്, അതിനു വേണ്ടി നീ കാത്തിരിക്കണം. അതേപോലെ തന്നെയാണ് കാർത്തികയെ സ്നേഹിക്കുന്ന ദിലീപിനെ കണ്ടില്ലേ? കാർത്തികയുടെ കാര്യങ്ങൾ മുഴുവനും അറിയാം. അതേപോലുള്ള ചെറുപ്പക്കാരനെയൊക്കെ കാണാൻ കിട്ടോ? അതാ ഞാൻ പറഞ്ഞത്, അതേപോലുള്ള ചെറുപ്പക്കാരനൊക്കെ വരുമ്പോൾ നീ സ്വീകരിക്കണം. ഇതിടിഞ്ഞപ്പോഴേക്കും നിർത്തിക്കിരണേ, എനിക്കതിനെക്കുറിച്ച് യാതൊരു ചിന്തയില്ല. പക്ഷേ ഇതെല്ലാം നമ്മുടെ സരയു ഓർത്തതാണേ കിരണിന്റെ മുന്നിൽ നിന്ന്. അപ്പൊ സര ഇങ്ങനെ ഓർത്തിരിക്കുന്നത് കഴിഞ്ഞപ്പോഴേക്കും, സരയു ഇത് ഏത് ലോകത്താണ് സരയു? ദേ കാറിൽ കയറിയപ്പോൾ മുതൽ ആൻറ്റി ഇവൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ചുമ്മാ ആലോചിച്ച് കൂട്ടുവന്നേ. ഇങ്ങനെ മനസ്സിലെ ഈ വേണ്ടാത്ത ചിന്തകളെല്ലാം എടുത്ത് കളഞ്ഞേക്ക് സരയു. എന്നിട്ട് നല്ല കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കും. അതേ കിരണേ, വേണ്ടാത്ത ചിന്തകൾ മുഴുവനും ഞാൻ എടുത്തു കളഞ്ഞു. ഞാൻ നല്ല കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത്. അത് എനിക്ക് ഉത്തമമാണെന്നും എനിക്ക് മനസ്സിലായി കിരണെന്നും പറയാ. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി. അല്ലാതെ നിന്റെ ദേഷ്യപ്പെടല്, നീ എല്ലാവരും മുന്നിൽ ഷൗട്ടായി സംസാരിക്കും, നീ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എന്താ പ്രശ്നമെന്നറിയാവോ? ദേ ആൻറ്റിക്ക് അത് ഭയങ്കര സങ്കടവും. നിന്റെ സ്വഭാവത്തിൽ പല മാറ്റങ്ങളും സംഭവിച്ചു കഴിഞ്ഞാൽ ആൻറ്റിക്ക് അത് താങ്ങാൻ പോലും പറ്റില്ല. അതാ പറഞ്ഞത്. ശരി, ഞാൻ ഇനി അങ്ങനെ ഒന്നും സംസാരിക്കില്ല. നിന്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം. അയ്യോ അതെന്താ? അപ്പം നിനക്ക് ഇഷ്ടമൊന്നുമില്ലേ? നീ നിന്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുക സരയു. നിന്റെ ഇഷ്ടങ്ങൾ കുറേയുണ്ട്. അതെല്ലാം മനസ്സിൽ വെച്ച് നീ അതിനു വേണ്ടി ജീവിക്കണം. അപ്പം നിനക്ക് വേറെ ചിന്തകളൊന്നും വരില്ല. ശരി, ഞാൻ അങ്ങനെ തന്നെ ചിന്തിച്ചോളാം കിരണേ. പക്ഷേ ദേ നീ എന്നോട് പറഞ്ഞതുപോലെ തന്നെ മനോഹറിനെ കാണാൻ നിൽക്കരുത്. മനോഹറിനോട് സംസാരിക്കാൻ നിൽക്കരുത്. മനസ്സിലായല്ലോ? ഇല്ല, ദേ ആൻറ്റിയെ സാക്ഷിയാക്കി ഞാൻ പറയാണ്, ഇനി മനോഹറിനെ കാണാനായിട്ട് ഞാൻ ജയിലിലേക്ക് പോവില്ല. നേരത്തെ ജയിലിലേക്ക് അവന് വേണ്ടി കത്തെങ്കിലും എഴുതുമായിരുന്നു. ഇനി അതും നിർത്തി. ഓഹോ, അത് ശരി. അപ്പൊ കത്തൊക്കെ എഴുതുമായിരുന്നല്ലേ? വേണ്ട സരയു, വേണ്ട. ഇനി അതിൽ പിടിച്ച് കയറാൻ നിൽക്കേണ്ട സരയു, നിർത്തിയേര്. ശരി ശരി, ഞാൻ നിർത്തി. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. അതെ, മോളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സങ്കടമായിട്ടോ. അതിനെന്താ കിരണേ, മോളെ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ. ഇനി കിരൺ എന്താണോ പറയുന്നത് അതനുസരിക്കാനാ എനിക്ക് താല്പര്യം. അപ്പൊ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴും കിരൺ എന്തൊക്കെയോ ഡൗട്ട് തോന്നുകയാണ്. നമുക്ക് വെറുതെ തോന്നിയതായിരിക്കും എന്നാണ് കിരൺ ചിന്തിക്കുന്നത്. അപ്പോൾ മോളെ കൊണ്ടുപോയിക്കോട്ടെ വീട്ടിലേക്ക്. പിന്നെ മോളെ കൊണ്ടുപോയിക്കോന്നേ, അവരുടെ സന്തോഷമല്ലേ. അതെ, ഈ ഡ്രസ്സും കൂടി കൊണ്ടുപോയിക്കോ കിരണേ എന്ന് പറയാണ്. ഏതായാലും നന്നായി സരയു, നിന്റെ ഈ ഒരു നല്ല തീരുമാനമില്ലേ, എനിക്കത് മനസ്സിന് വല്ലാതെ സന്തോഷം തരുന്നുണ്ട്. നന്നായി സരയു എന്നൊക്കെ കിരൺ പറയാണ് സരയുനോട്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് കൊച്ചിനെയും ഉമ്മ വെച്ചിട്ട് ഭയങ്കര സന്തോഷത്തോടെ കിരൺ അവിടെ നിന്ന് മടങ്ങുവാണ്. അപ്പോൾ സര ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഏതായാലും കണ്ടില്ലേ, അവൻ എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്ന കണ്ടില്ലേ? അതേപോലുള്ളൊരു അച്ഛനല്ലേ എൻ്റെ കുഞ്ഞിന് ആവശ്യം. അപ്പോൾ കിരൺ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ മോളും ഞാനൊക്കെ സന്തോഷത്തിലാവില്ലേ എന്നൊക്കെ സര ഇങ്ങനെ ചിന്തിക്കുമ്പോൾ സര ഈ നമ്മുടെ താര ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുക. അപ്പോൾ എന്താ നോക്കുന്നത്? എൻ്റെ മനസ്സിലെ തെറ്റായ വഴിയൊന്നുമല്ല പോകുന്നത്. ഞാൻ നല്ല ചിന്തയോടുകൂടി തന്നെ നിൽക്കുന്നത്. പിന്നെ കണ്ടില്ലേ കിരണേ, ദേ മോൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? ആ കിരണിൻ്റെ ജീവിതത്തിലേക്ക് വന്നാലോ? അപ്പോൾ എൻ്റെ മോളെ ഒരുപാട് സ്നേഹിക്കില്ലേ? അതേപോലുള്ളൊരു അച്ഛനല്ലേ എൻ്റെ മോൾക്ക് ആവശ്യം. ഇതൊക്കെ കിട്ടഞ്ഞപ്പോഴേക്കും കല്യാണിയെക്കുറിച്ച് എന്താ ചിന്തിക്കാത്തതെന്നൊക്കെ പറയണം. കല്യാണിയോ? അവളെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടിപ്പോകരുത്. എനിക്ക് കേൾക്കേ വേണ്ട അവളുടെ കാര്യം. അവളെൻ്റെ ജീവിതം എങ്ങനെയാ കുളം തോണ്ടിയെന്ന് നിങ്ങൾക്ക് അറിയാലോ. എവിടെയോ കിടന്നവള് എൻ്റെ കിരണിന്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് എൻ്റെ ജീവിതം കുളം തോണ്ടിയവളാണ് അവള്. അവൾക്ക് കല്യാണം നിശ്ചയിച്ച ആരാണെന്നറിയാവോ? ആ വട്ടൻ രാജപ്പനില്ലേ, അവനെ. പിന്നെ ആ മന്ദബുദ്ധിയായ
ബൈജുവിനേക്കാണ് കല്യാണം ആലോചിച്ചത്. പക്ഷേ അതെല്ലാം തകർത്ത് മറിച്ചുകൊണ്ടാണ് എൻ്റെ കിരണിന്റെ ജീവിതത്തിലേക്ക് അവള് വന്നത്. ഇനി അവളെ എനിക്ക് പിഴുതെടുത്ത് മാറ്റണം. എന്നിട്ട് കിരൺ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. എനിക്ക് നിങ്ങളെൻ്റെ അമ്മയല്ലേ, എൻ്റെ കൂടെ തന്നെ നിൽക്കണം. നിങ്ങൾക്ക് കല്യാണിയോട് ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷെ അത് വേണ്ട. എൻ്റെ അമ്മയാണെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ നിൽക്കണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവരോട് പോയി പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മ മകൾ എന്നുള്ളൊരു ബന്ധമില്ലേ, അതുണ്ടാവില്ല. ഒരു കണക്കിന് പൊക്കിൾക്കൊടി ബന്ധം അവസാനിപ്പിച്ചതാണ്. ഇനി ഞാൻ അങ്ങോട്ട് പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കും. മനസ്സിലായല്ലോ? അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടു വേണം എന്നോട് പെരുമാറാനായിട്ട്. നിങ്ങൾക്കിപ്പോൾ തോന്നുന്നുണ്ടാവും അല്ലേ എൻ്റെ സമനില തെറ്റി, എനിക്ക് വട്ടാണെന്ന്. എനിക്ക് ഒരു വട്ടുമില്ല. ഞാൻ നല്ല സ്വബോധത്തോടു കൂടി തന്നെയാ പറയുന്നത്. കിരണ്ണെ ഇനി എനിക്ക് വേണം എന്ന് പറയാ. ഏതായാലും കാർത്തികയുടെ കല്യാണത്തിന് എനിക്ക് കിരൺ ഡ്രസ്സൊക്കെ മേടിച്ചു തന്നിട്ടുണ്ട്. ആ സാരി ഉടുത്താ ഞാൻ പോകാൻ പോകുന്നത്. അല്ലെങ്കിലും ഇനി കാർത്തികയുടെ കല്യാണത്തിന് പോകണോ? അവളാ കൂടെയില്ലേ കല്യാണി അവൻ്റെ കൂടെ നിൽക്കുമ്പോഴേ എൻ്റെ മേത്ത് തേരട്ട ഇഴയുന്നത് പോലെ എനിക്ക് തോന്നുന്നത്. അതെന്താന്ന് എനിക്കറിയില്ല. ഞാൻ കിരണിനെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കും. ദൈവങ്ങൾ വരെ നിശ്ചയിച്ചിട്ടുണ്ട്. നീ കല്യാണം കഴിക്കാൻ പോയ ചെറുക്കനല്ലേ, അവനെ നിനക്ക് തന്നെ വേണോന്ന്. അതാ ദൈവം നിശ്ചയിച്ച് വെച്ചിരിക്കുന്നത് എന്നൊക്കെ സരീവ് പറയാ. അപ്പൊ സരീവിന്റെ ആ മാറ്റം കണ്ട് താര അന്തം വിട്ടിങ്ങ് നോക്കി നിൽക്കുക. അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.